വല്ലാത്ത ദുർവാസനയുള്ള സ്വർഗത്തിലെ ഒരു ഭാഗം, നരകത്തിലെ ഒരു ഭാഗമാണ് കയ്യ്. വല്ലാത്ത കടുപ്പമേറിയ ചൂടുള്ള സ്ഥലമാണ് കയ്യ്. വല്ലാത്ത ദുർവാസനയുള്ള സ്ഥലമാണ് കയ്യ്. ഇനിയോ വലൗ ഖുതിറത്തും മിൻഹു ഇലദ്ദുന്യാ, കയ്യ് എന്ന് പറയപ്പെടുന്ന നരകത്തിൽ നിന്ന് ഒരു തുള്ളി അങ്ങാനും ഭൂമിയിലേക്ക് ഒഴിക്കപ്പെട്ട ദുനിയാവിലുള്ള സകലമാന കോടാനുകോടി ജനങ്ങളും കത്തിച്ചാമ്പലാകുന്ന ചൂടുള്ള നരകമാണ് കയ്യ് എന്ന് വഹബ് ഇബ്നു മുനബ്ബഹ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. എവിടെയാണ് നിസ്കരിക്കാത്തവരെ കൊണ്ടുപോയി ഇടുന്നത്? എവിടെയാണ് നിസ്കാരം കളയാക്കുന്നവരെ കൊണ്ടുപോയി ഇടുന്നത്? രക്ഷിതാക്കളെ, എന്റെ ഉമ്മമാരെ, സുബഹിയുടെ സമയമാകുമ്പോ, മുഹറിന്റെ സമയമാകുമ്പോ, അസറിന്റെ സമയമാകുമ്പോ, ഓരോന്നിന്റെയും സമയങ്ങളിൽ നീ ആരോഗ്യവാനായിട്ട് ബാക്കിയുണ്ടാകുമ്പോ, എന്റെ മുമ്പിനെ നിന്റെ ശരീരത്തിൽ റബ്ബ് തആല തന്ന കിഡ്നിയില്ലയോ, അവൻ തന്ന ഹൃദയമില്ലയോ, അവൻ തന്നത് മുഴുവനും റബ്ബ് തആല തന്ന ഓരോ നിഅമത്തുകളോ നിന്നിലില്ലയോ? അതെല്ലാം ബാക്കി വെച്ചിട്ട് റബ്ബിന്റെ പള്ളികളിൽ നിന്ന് ബാങ്കുളി കേൾക്കുമ്പോ നീ നിസ്കാരം വലിച്ചെറിയുന്നവനാണോ? നീ നിസ്കാരം ശ്രദ്ധിക്കാത്തവനാണോ? നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താത്തവനാണോ? ഫസൗഫ യൽഖൗന ഗയ്യാ, അവരെ കയ്യിലേക്ക് എറിയപ്പെടുമെന്ന് റബ്ബ് തആല പറയുകയാണ്. എങ്കിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അൽ ഗയ്യു വാദിൻ ഫീ ജഹന്നം, നരകത്തിലുള്ള ഒരു അരുവിയാണ് കയ്യ്. നരകത്തിലുള്ള ഒരു അരുവിയാണ് കയ്യ്. എത്രയങ്ങനെ ഒരു സാധാരണ അരുവിയല്ല. വവാദിയതു ജഹന്നമ തസ്തഈദു മിൻഹു കുല്ല യൗമിൻ അൽഫ മറ, അല്ലാഹുവിന്റെ സൃഷ്ടിയാകുന്ന നരകമുണ്ടല്ലോ, ആ നരകം ഓരോ ദിവസവും 1000 തവണ അല്ലാഹുവിനോട് ഗയ്യിന്റെ ചൂടിനെ തൊട്ട് കാവൽ ചോദിക്കുന്നുണ്ട്. ആരാണ്? കത്തിയാളുന്ന നരകമുണ്ടല്ലോ, ആ നരകമാണ് റബ്ബിനോട്, അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. എന്തിനെ തൊട്ട്? എന്തിനെ തൊട്ടാണ് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത്? ആരാണ് റബ്ബിനോട് കാവലിനെ ചോദിക്കുന്നത്? കത്തിയാളുന്ന നരകമാണ് അല്ലാഹുവിനോട് കാവൽ ചോദിക്കുന്നത്. റബ്ബേ, കയ്യിന്റെ ചൂടിനെ തൊട്ട് ഞങ്ങളെ രക്ഷിക്കണേന്ന് ഒരു മനുഷ്യനല്ല ദുആ ചെയ്യുന്നത്, ഒരു മലക്കല്ല ദുആ ചെയ്യുന്നത്, ഭൂമിയല്ല ദുആ ചെയ്യുന്നത്, ആകാശമല്ല ദുആ ചെയ്യുന്നത്. കത്തിയാളുന്ന അഗ്നിയാണ്, കത്തിയാളുന്ന നരകമാണ്. അല്ലാഹുവിനോട് ദിവസവും 1000 തവണ കാവലിനെ ചോദിക്കുന്ന ഒരു നരകമുണ്ടെങ്കിൽ അത് ഗയ്യ് എന്ന് പറയുന്ന നരകമാണ്. അത്രയും ചൂടേറിയ, അത്രയും കടുപ്പമുള്ള നരകമാണ്. അഅദ്ദല്ലാഹു ദാലികൽ വാദി ലിതാരിഖിസ് സ്വലാത്ത് വൽ ജമാഅ. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇത്രയും കടുപ്പമുള്ള നരകം ആർക്കുള്ളതാണ്? നിസ്കാരം ഒഴിവാക്കിയവനാണ്, നിസ്കാരം സമയത്തെ തൊട്ട് ബന്ധിച്ചവനാണ്, ജമാഅത്തിന് സാധ്യതയുണ്ടായിട്ട് ജമാഅത്തിൽ ചേരാത്തവനിക്കാണ് ഈ ഗയ്യ് എന്ന് പറയുന്ന നരകമുള്ളത് എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടെങ്കിൽ, മുഅ്മിനീങ്ങളെ, എന്റെ പൊന്നു ചെറുപ്പക്കാരെ, 5 വക്ത് നിസ്കാരം അതായി നിസ്കരിക്കാൻ പറ്റിയിട്ട് നമ്മളൊക്കെ അങ്ങാടികളിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണെങ്കിൽ നമുക്ക് മാരകമായ രോഗങ്ങൾ എത്തിപ്പെട്ടതിന് ശേഷം പൊട്ടിക്കരഞ്ഞത് കൊണ്ട് കാര്യമില്ല. വയസ്സായിട്ട് നമുക്ക് നന്നാകാമെന്ന് കരുതിയിട്ട് കാര്യമില്ല. പിന്നീട് നിസ്കരിച്ച് തൗബാ ചെല്ലാമെന്ന് കരുതിയിട്ട് കാര്യമില്ല. എത്രയോ ചെറുപ്പുള്ള ചെറുപ്പക്കാർ ലോകത്തോട് ഒരു ധാരണ പോലുമില്ലാതെ കഷ്ടമായി ലോകത്തോട് വിട പറഞ്ഞ സംഭവങ്ങളൊക്കെ ദിവസേന അറിയുന്നവരാണ്, കേൾക്കുന്നവരാണ് നമ്മൾ.
ഒരു സുഹൃത്തെനിക്ക് കണ്ണൂരിൽ നിന്നൊരു ചെറുപ്പക്കാരൻ എനിക്കൊരറിവ് തന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ഗൾഫ് രാജ്യത്ത് നിന്ന് കുടുംബത്തിലേക്ക് കൊല്ലങ്ങൾ കഴിഞ്ഞ് നാട്ടിലേക്ക് വന്ന ചെറുപ്പക്കാരൻ, 99.25 വയസ്സുള്ള ചെറുപ്പക്കാരനെ പറ്റിയല്ല പറയുന്നത്. കുടുംബത്തിലേക്ക് വന്നെത്തിയിട്ട് എന്റെ പൊന്നുമുമ്മിനെ പിന്നീട് നിസ്കരിക്കാം, പിന്നെ ദിക്റില്ല, പിന്നെ അല്ലാഹുവിലേക്ക് അടുക്കാമെന്ന് കരുതുന്നവരോട് പറയട്ടെ, കുടുംബത്തിലേക്ക് എത്തിയിട്ട് കുടുംബത്തിന്റെ മുമ്പിൽ വെച്ച് ആദ്യമായി വീട്ടിലേക്ക് കയറിയ മനുഷ്യൻ അന്നപാനീയം ആഹാരം കഴിക്കുമ്പോ അവിടെ വെച്ച് കുഴഞ്ഞു വീണ് കുടുംബത്തിന്റെ മുമ്പിൽ വെച്ച് ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് ആക്കാമെന്ന് ആരും കരുതേണ്ടതില്ല. അതുകൊണ്ട് നിസ്കാരം ഉപേക്ഷിക്കുന്ന ആളുകൾക്ക്, സമയത്തെ തൊട്ട് വിധിക്കുന്ന ആളുകൾക്ക്, അതികഠിനമായ കഠോരമായ ചുട്ടുവെള്ളുന്ന കയ്യ് എന്ന് പറയുന്ന നരകത്തിലേക്ക് അല്ലാഹു അവരെ എറിയുകയാ. മുഅ്മിനീങ്ങളെ, ജമാഅത്തായി നിസ്കാരം നിർവഹിക്കണം. എന്റെ ചെറുപ്പക്കാരെ, മുഅ്മിനീങ്ങളെ, നമുക്ക് റബ്ബ് തആല തന്ന നിഅമത്തുകളൊക്കെ നമ്മൾ ജീവിതത്തിൽ കൊണ്ടു നടന്നിട്ട് അല്ലാഹുവിനെ അഞ്ചേറ്റ് കുമ്പിടുന്നത് മറന്നു പോകാൻ പാടില്ല. ആരെങ്കിലും നിസ്കാരത്തെ ഒഴിവാക്കിയ മനുഷ്യൻ വമൻ തറകഹാ ഫഖദ് ഹദമദ്ദീൻ, ആരെങ്കിലും നിസ്കാരം ഒഴിവാക്കിയവനാണ് എങ്കിൽ അല്ലാഹുവിന്റെ ദീനിനെ പൊളിച്ചവനാണവൻ. അല്ലേ? പള്ളിയിലേക്ക് കല്ലേറ് വീണപ്പോ നമ്മളൊക്കെ പ്രതികരിച്ചുവല്ലേ? നമുക്കൊക്കെ ആവേശഭരിതരായി അല്ലേ? നമുക്ക് ഒരുപാട് സന്തോഷം വളർന്നു വന്നുവല്ലേ? ഒരുപാട് വിഷമങ്ങൾ വളർന്നു വന്നുവല്ലേ? എന്തിന്റെ പേരിൽ? പള്ളിയുടെ ഒരു ഗ്ലാസ് പൊളിച്ചതിന്റെ പേരിൽ ഉണ്ടാകണം നല്ലതാ, റബ്ബിന്റെ ഭവനത്തോടുള്ള ഇഷ്ടമാണ്. പക്ഷേ നിസ്കാരം ഒഴിവാക്കുന്ന മുസൽമാൻ, നിന്നെ പറ്റിയാണ് ലോകപ്രവാചകൻ പറഞ്ഞത്, നീ അല്ലാഹുവിന്റെ ദീനിനെ പൊളിച്ചവനാണെന്ന്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സമയത്തിന് നിസ്കരിക്കാത്ത ഉമ്മമാര് ശ്രദ്ധിക്കണേ. എന്റെ സഹോദരന്മാരെ, ചെറുപ്പക്കാരെ, ഇതും ബാധ്യതയാണ്. ബാധ്യതകൾ അങ്ങനെ പറഞ്ഞു പോകുന്നു. ഒരൽപ്പസമയം കൂടി ഇവിടെ നിങ്ങൾ ഇരിക്കണം. നിങ്ങളറിയുമോ, ലോകപ്രവാചകൻ ഹയാത്തുണ്ടായിരിക്കവേ ഒരു ചെറുപ്പക്കാരന്റെ വാർത്ത ലോകത്തോട് ഇവിടെ പറഞ്ഞു പോവുകയാണ്. ആ സമയത്ത് അവിടെ അനന്തര കാര്യങ്ങൾ ചെയ്യാൻ ആരുമില്ല. ബഹ്ജയിൽ ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. എന്നിട്ട് ലോകപ്രവാചകൻ സ്വഹാബത്തിനെ അവിടെ പറഞ്ഞയച്ചു. ആ മനുഷ്യന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ, കഫൻ ചെയ്യാൻ ആളുകളെ പറഞ്ഞയച്ചു. ലോകപ്രവാചകനോട് സ്വഹാബത്ത് വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, അവിടെ മരിച്ചു കിടക്കുന്ന മയ്യത്ത് ഇവിടെയില്ല, കറുകറുത്ത പന്നിയാണ് അവിടെ കിടന്നിട്ടുള്ളത്. തിരിച്ചുപോയി അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു. രണ്ടാമത് വന്നു, അതുപോലെ കറുത്ത പന്നിയുടെ കോലത്തിൽ കിടക്കുന്നു. ലോകപ്രവാചകൻ ദുആ ചെയ്തു, മയ്യത്ത് പഴയ കോലത്തിലേക്ക് മാറി, കഫൻ ചെയ്തു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ലോകപ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിസ്കാരം ഒഴിവാക്കിയ മനുഷ്യൻ, സമയത്തെ തൊട്ട് ബിന്ദിച്ച മനുഷ്യൻ, നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്താത്ത മനുഷ്യൻ, ജമാഅത്തിന് സാധ്യതയുണ്ടായിട്ട് ജമാഅത്തായി നിസ്കരിക്കാത്തവർ, ഇവരൊക്കെ ഒന്ന് കേൾക്കണേ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്താത്തവർ നാളെ മഹ്ശറയിൽ നാളെ മഹ്ശറയിലേക്ക് എത്തുമ്പോ അവർ ഈ കറുത്ത പന്നികളായി നാളെ മഹ്ശറയിൽ വരുമെന്ന് ലോകപ്രവാചകൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഒരു സലാത്തിന് റാഹത്തില്ലാത്തത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താത്തവർ മഹ്ശറയിൽ പദ്ദികളായി മഹ്ശറയിൽ കടന്നു വരും. ഉമ്മമാരെ, രക്ഷിതാക്കളെ ഒന്ന് ശ്രദ്ധിക്കും.
നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ പറ്റി ആരെ പറ്റിയുമല്ല പറയുന്നത്, ഓരോരുത്തരും ഓരോ ഉമ്മമാരും ഓരോ രക്ഷിതാക്കളും ശ്രദ്ധിക്കുക. ഞാൻ നിസ്കാരത്തിൽ ശ്രദ്ധ വഹിക്കുന്നവനാണോ സന്തോഷത്തോടെ മഹ്ശറിൽ പോകാൻ പ്രയാസമില്ല. നിസ്കാരത്തിൽ ശ്രദ്ധ പുലർത്താത്തവനാണോ മഹ്ശറിൽ വരുമ്പോ കറുകറുത്ത പന്നിയുടെ കോലമായി കോലം മറിക്കപ്പെടുമെന്ന് ആരംഭപ്പൂവായ മുഹമ്മദുർ റസൂലുള്ളാഹ് കഴിഞ്ഞോ. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരാൾ ലോകത്തോട് വിട പറഞ്ഞു പോയി. എന്നിട്ടോ കഫൻ ചെയ്തു. പള്ളിയിലേക്ക് മയ്യത്ത് കൊണ്ടുവന്നപ്പോ ഫൈദൽ കഫനു യതഹറക്, കഫം പുടവ അനങ്ങുകയാണ്, കഫം പുടവ അനങ്ങുകയാണ്. ഉമ്മമാരൊന്ന് ശ്രദ്ധിക്കണേ, സഹോദരങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. കഫം പുടവ അനങ്ങുമ്പോ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ കഫം പുടവ അഴിച്ചു നോക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ മരിച്ചിട്ടില്ലയോ? കഫം പുടവ അഴിച്ചങ്ങ് കാണുമ്പോ വലിയ ഒരു സർപ്പം ആ മനുഷ്യനെ ചുറ്റിയിട്ട്, കഴുത്തിൽ ചുറ്റിയിട്ട്, കടിച്ചു വലിച്ചിട്ട് ആ മനുഷ്യന്റെ രക്തം കുടിക്കുകയാണ്. ആരുടെ? ഖബറിൽ കിടക്കുന്ന മയ്യത്തിനെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. മരിച്ച് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കൊണ്ടുവരപ്പെട്ട മനുഷ്യനെ കഴുത്തിൽ ചുറ്റിയ പാമ്പുള്ളവന്റെ ചോരയടാ കുടിച്ചു തീർക്കുകയാണ്. കൊല്ലാൻ വേണ്ടി ആളുകൾ തുണിഞ്ഞപ്പോ സർപ്പം പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ തഖ്തുലൂനനി ലൈസ ലീ ദംബുൻ വലാ ഖത്. ഞാനിതാ റബ്ബിന്റെ വചനം ഉച്ചരിക്കുകയാണ്, എന്നെ കൊല്ലരുതേ, എന്നെ കൊല്ലരുതേ, എന്നെ കൊല്ലരുതേ. ലൈസ ലീ ദംബുൻ വലാ ഖത്. ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ല, ഞാനൊരു കുറ്റവും ചെയ്തിട്ടില്ല. അമറനില്ല ഇദ്ദേഹത്തെ ഖിയാമത്ത് നാൾ വരെ ശിക്ഷിക്കാൻ അല്ലാഹു എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഖിയാമം ദിവസം വരെ ഈ മനുഷ്യന്റെ കൂടെ കിടന്ന് ഇവനെ ശിക്ഷിക്കാൻ റബ്ബ് താര എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. സർപ്പത്തോട് ചോദിക്കപ്പെട്ടു, എന്തിന്റെ പേരിലാ? അദ്ദേഹം ചെയ്ത തെറ്റുകളിൽ പറഞ്ഞ 3 കാര്യങ്ങളിൽ പറഞ്ഞതിലൊന്ന് ആദ്യമായി പറഞ്ഞതാ മനുഷ്യൻ നിസ്കാരം ഉപേക്ഷിക്കുന്ന മനുഷ്യനാ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ശ്രദ്ധയില്ലാത്തവനാണ്. ആ മനുഷ്യൻ മരിക്കുമ്പോൾ തന്നെ അവന്റെ അദാബ് ആരംഭിക്കുകയാണ്, അവന്റെ ശിക്ഷ ആരംഭിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, അതുപോലെ ആ പാമ്പോടുകൂടെ ആ മനുഷ്യന്റെ മയ്യത്ത് ചുരുട്ടിയിട്ട് കൊണ്ടുപോയി മറവ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ഉമ്മിനീങ്ങളെ വല്ലാത്ത ആരാബ് അനുഭവിക്കേണ്ട വിഷയമാണ് നിസ്കാരം. നിസ്കാരത്തിനൊക്കെ നേരത്തെ പള്ളിയിൽ പോകണം. ഉമ്മിനീങ്ങൾ അങ്ങനെയാണ്. ആദ്യം പള്ളിയിൽ പോയി അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവനാണ് മുഅ്മിൻ. ആദ്യം പള്ളിയിൽ കയറി അവസാനം പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നവന് എന്ന് പറഞ്ഞാല് 11 മണിക്ക് വന്നിട്ട് മുത്തഅല്ലിമീങ്ങളെ ചെരുപ്പുണ്ട്, മുത്തഅല്ലിമീങ്ങളെ കുറ്റം പിടിക്കല്, മുത്തഅല്ലിമീങ്ങളെ ആക്ഷേപിക്കല്, അല്ലേ? അതൊന്നുമല്ല, അതൊന്നും മുഅ്മിന്റെ ലക്ഷണമല്ല. മുത്തഅല്ലിമീങ്ങൾ മുത്തരത്നങ്ങളാ, അല്ലാഹുവിന്റെ ദീന് പഠിക്കുന്ന പ്രഭകളാണ് അവർ. അവരെ ആദരിക്കണം, ബഹുമാനിക്കണം, സഹായങ്ങളൊക്കെ ചെയ്ത് സഹകരിക്കണം. അവർക്ക് വേണ്ടതൊക്കെയും ചോദിക്കാതെ ചെയ്തു കൊടുക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. എന്നിട്ട് നേരത്തെ പള്ളിയിൽ വന്ന് അവസാനം പള്ളിയിൽ നിന്ന് പോകുന്നൊരവസ്ഥയുണ്ടാകണം. ജമാഅത്തുകളിൽ നിത്യമായി കഴിവുള്ളവർ, ആവലുള്ളവർ, ആഫിയത്തുള്ളവർ പങ്കെടുക്കാൻ ശ്രമിക്കണം. ജുമുഅക്ക് ഒരൽപ്പം നേരത്തെ പോയി സ്വലാത്തുകൾ ചൊല്ലി അൽഹംദുലില്ലാഹി ദുആ ചെയ്ത് അങ്ങനെ ജുമുഅ കൊണ്ട് നടക്കുന്നവരാകണം. ഇതോ എപ്പം വരിക? ജുമുഅക്ക് എപ്പം വരും? അവസാനം വന്ന്
ആദ്യം എണീറ്റ് പോകുന്ന ആളാണ് നമ്മുടെ കൗം അല്ലേ. എപ്പം വരും? അവസാനം. പണ്ട് 2 ചെറുപ്പക്കാർ ജുമാക്ക് വരുമ്പോ ഇമാം അത്തയ്യാത്ത് എഴുതിയിട്ടുണ്ട്. ഓടി വന്നു. അല്ലെ, പണ്ടത്തെ പോലെ ഇപ്പൊ ആൾക്കാർക്ക് ഈമാനം കുറച്ച് കൂടി. ഓടി വന്നിട്ട് വേഗം വന്നിട്ട് കൈ കെട്ടിയിട്ട് ഇരിക്കണമെങ്കിൽ ഇമാം അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി സലാം വിട്ടി ഇമാം. നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ചെറുപ്പക്കാരോട് ഇവരോട് ഈ 2 ആളോട് നാട്ടുകാർ ചോദിച്ചു, അല്ല നിങ്ങൾ ഓടിക്കൊണ്ട് വരുന്നേം കണ്ടിനി, കൈ കെട്ടി ഇരിക്കുന്നേം കണ്ടിനി, പിന്നെ അപ്പൊ നിങ്ങൾ ഒളു കൊടുത്തത് എപ്പോ? നിങ്ങൾ എപ്പോ ഒളു ചെയ്തു? അപ്പൊ അവര് പറഞ്ഞാൽ എന്തെന്ന്, അല്ല കാത്ത് ഒളു കൊടുക്കാത്തതുകൊണ്ട് സലാം കിട്ടി ഇമാമിന്റെ ഒക്കെ. ഒളു കൊടുത്തില്ലെങ്കിൽ ഇത്രയും എന്റെ ജുമ എന്നെ പോയി പൊട്ടി. ഒളു അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ പാലക്കാട് ജുമ എന്നെ പൊട്ടി. ഒളു കൊടുക്കാത്തത് കൊണ്ട് എന്ത് കിട്ടി? ഇപ്പോ ജുമ കിട്ടി. ഈ രൂപത്തിലാണ് നമ്മുടെ ചെറുപ്പക്കാർ. സുബ്ഹാന ജല്ല ജലാലു സുജൂദിൽ കിടന്നിട്ട് പോലും ചാറ്റിങ് ചെയ്ത ചെറുപ്പക്കാർ ജീവിക്കുന്ന കാലഘട്ടമാണ്. എവിടെ? സുജൂദിൽ കിടന്നിട്ട് സുബ്ഹാന ജല്ല ജലാലു. എന്തെന്നാണ് ഇതിനെ പറ്റിയൊക്കെ പറയേണ്ടത് അല്ലേ? നമ്മുടെ നിസ്കാരം നല്ല ഇഖ്ലാസോടെ ആത്മാർത്ഥതയോടെ നല്ല കരുത്തോടുകൂടെയുള്ള നിസ്കാരം അബൂ ഹനീഫ തങ്ങൾ നിസ്കരിച്ചുകൊണ്ടിരിക്കവേ അപ്പൊ ഒരു സർപ്പമത അബൂ ഹനീഫ തങ്ങളുടെ മുമ്പിലേക്ക് വീണപ്പോ ആളുകളൊക്കെ ഓടിപ്പോയി, മോമിങ്ങളൊക്കെ ഓടിപ്പോയി. അബൂ ഹനീഫ തങ്ങൾ നിസ്കാരം കഴിഞ്ഞ് ചോദിച്ചു, അല്ല മനുഷ്യ, അല്ല ജനങ്ങളെ, എവിടെ പോയതാണ്? അവര് പറഞ്ഞു, വൈദൽ ഹയ്യ, ഓ അബൂ ഹനീഫ തങ്ങളെ, സർപ്പമല്ലേ അങ്ങോട്ട് മുമ്പോട്ട് വീണുപോയത്, ഞങ്ങള് സർപ്പം കണ്ട് പേടിച്ചോടിയതാണ്. അബൂ ഹനീഫ ചോദിച്ചു, എവിടെയാണ് സർപ്പം വന്നത്? അബൂ ഹനീഫയുടെ മുമ്പിലേക്കാണ് സർപ്പം വീണത്. എന്നിട്ട് പോലും നിസ്കരിക്കുന്ന അബൂ ഹനീഫ തങ്ങൾക്ക് സർപ്പത്തെ പോലും കണ്ടില്ല എന്ന് പറയുകയാണെങ്കിൽ, കൈമുറിക്കാൻ ഡോക്ടർമാർ വിധി പറഞ്ഞപ്പോ 2 റക്അത്ത് നിസ്കരിക്കട്ടെ, കൈ പച്ചയിൽ മുറിച്ചോളൂ എന്ന് പറഞ്ഞ നിസ്കാരത്തിൽ കൈമുറിച്ചതുപോലും അറിയാത്ത രൂപത്തിൽ നിസ്കരിച്ച മഹാന്മാർ. നമുക്ക് സ്റ്റാർട്ട് ആകുമ്പോൾ നമുക്കറിയുന്നു കൊതു വന്നിട്ടില്ല, കടിച്ചിട്ട് എത്തിയിട്ടില്ല. ഔദിലേക്ക് പോയി അത് വരുന്നത്ര അപ്പൊ നമുക്ക് തട്ടിയിട്ടു അല്ലേ? എന്തൊക്കെയാണ് ഏതൊക്കെയുള്ള നിസ്കാരമാണ് ഉമ്മമാരെ. സീരിയലുകൾ കണ്ട് പരസ്യം വരുമ്പോൾ നിസ്കരിക്കുന്നവരുണ്ട്. വാതിലൊക്കെ കേൾക്കുമ്പോ ഞാൻ വിചാരിച്ചു അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതൊക്കെ ഉസ്താദുമാർ ചിലപ്പോ വാതിൽ മോടി കൂട്ടാൻ വേണ്ടി പറയായിരിക്കുമെന്ന് പറഞ്ഞ് ഒരു കുടുംബനാഥനോട് ഞാൻ ഇതിനെപ്പറ്റി അന്വേഷിക്കാൻ പറഞ്ഞപ്പോ ആ മനുഷ്യൻ പറഞ്ഞു, ഉസ്താദേ ശരിയാണ്, മാരിബോർഡിനനുബന്ധിച്ച് നടത്തുന്ന സീരിയൽ അത് വല്ലാത്ത പെണ്ണുങ്ങൾക്ക് ആവേശമുള്ള സീരിയലാ. അതുകൊണ്ട് പരസ്യത്തിന്റെ എവിടെയാണ് അവർ നിസ്കാരത്തിന് പതിവുള്ളത്? എന്റെ പൊന്നുമ്മ, നിന്റെ നിസ്കാരം റബ്ബിന് വേണ്ട, നിന്റെ ഉംറ റബ്ബിന് വേണ്ട, നിന്റെ ഹജ്ജ് അല്ലാഹുവിന് ആവശ്യമില്ല. ദിവസേന ഹറാമ് കണ്ട് സുഖിക്കുന്നവർ, ദിവസേന തിന്മകൾ കണ്ട് രസിക്കുന്നവർ, നിന്റെ ഒരു അമലും റബ്ബിന് ആവശ്യമില്ല. അല്ലാഹു നിന്റെ പൊരുത്തമല്ല. അതുകൊണ്ട് നിസ്കാരം ഒരുപോലെ അതായി ജമാഅത്തോടുകൂടെ നിസ്കരിച്ച് ആ രൂപത്തിൽ. ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഒരു വയസ്സുള്ള മനുഷ്യൻ നിസ്കാരം എന്ത് ജോലിയാണെങ്കിലും അദ്ദേഹം പറയും, എന്റെ പ്രായപൂർത്തി എത്തിയത് മുതൽ എന്റെ നിസ്കാരം അല്ലാഹുവിന്റെ ഓർമ്മയിലില്ല. ഞാൻ കോളേജും കഴിഞ്ഞ് കൊല്ലങ്ങൾ കഴിഞ്ഞ് തിരിച്ചു പോയപ്പോ ആ മനുഷ്യനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോ അവിടെയുള്ള ഇമാം ഉസ്താദ് പറഞ്ഞു, അദ്ദേഹം നിസ്കാരത്തിന്റെ അത്തഹിയ്യാത്തിലിരുന്നു കൊണ്ട് ലോകത്തോട് വിട പറഞ്ഞുപോയി. എത്ര വലിയ ഭാഗ്യമാണ്, എന്തോരു നന്മയാണ്. അതുകൊണ്ട് എന്റെ ഉമ്മമാരെ, എന്റെ ചെറുപ്പക്കാരെ, സുബഹി വാങ്കളി കേൾക്കുമ്പോ ചുരുട്ടിപ്പിടിച്ചിട്ട് ഭാര്യയും കെട്ടിപ്പിടിച്ചിട്ട് നീ കടന്നുറങ്ങുമ്പോ നിന്റെ വീട്ടിലേക്ക് ബർക്കത്തിറങ്ങുന്നില്ല, നിന്റെ വീട്ടിലേക്ക് റബ്ബിന്റെ റഹ്മത്ത് ഇറങ്ങുന്നില്ല. നിസ്കാരം ഖളാആക്കുന്ന വീടുകളിൽ അല്ലാഹു അവരുടെ ബർക്കത്ത് ഊരിക്കളയുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്.
അതുകൊണ്ട് നിസ്കാരം റബ്ബിനോടുള്ള ഏറ്റവും വലിയ ബാധ്യതയാണ്. അത് മുറ പോലെ വീട്ടാൻ ശ്രമിക്കണേ. റബ്ബ് തആല അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരം വളരെ വളരെ ഭയങ്കരമായ വിഷയമാണ്. നിസ്കാരത്തിന്റെ വിഷയത്തിൽ രക്ഷപ്പെട്ടവൻ ബാക്കിയൊക്കെ രക്ഷപ്പെട്ടു. നിസ്കാരത്തിന്റെ വിഷയത്തിൽ എല്ലാവരും പരാജയപ്പെട്ടു പോയാൽ അവൻ മുഴുവനും പരാജയത്തിലാണ്. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് നിസ്കാരത്തിന് നടന്നു വരൽ, നിസ്കാരത്തിന് ജമാഅത്തിന് പോകൽ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരോട് ടൗണുകളിൽ നിന്ന് രസിക്കുന്നവർ, അനാവശ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ, അവർ പോലും ജമാഅത്തിന് വരാത്തൊരവസ്ഥ. മരിക്കുന്നതിന് മുമ്പ് തൗബാ ചെയ്ത് ഖേദിച്ചു മടങ്ങി നിസ്കാരം ഖളാ വീട്ടിയിട്ടില്ല എങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നത് കേട്ടില്ലേ? ഫസൗഫ യൽഖൗന ഗയ്യാ, ചുട്ടുപൊള്ളുന്ന അതികഠിനമായ ചൂടുള്ള നരകത്തിലേക്ക് അവരെ അറിയപ്പെടുമെന്ന്